പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബന്ധനങ്ങളൊന്നും അറിയാതെ ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വളർച്ചയുണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരു ചെറിയ കാര്യത്തിന് പോലും നമുക്ക് ഉടനെ നമ്മുടെ മനസ്സിൽ വേദനയുണ്ടാകുന്നു. ദൈവം വേറൊരാളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കുന്നു, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ പ്രസിദ്ധമായ ഉപമയിൽ യജമാനൻ രാവിലെ കുറച്ച് പേരെ ജോലിക്ക് വിളിച്ചു, ഉച്ചയ്ക്ക് വിളിച്ചു. ജോലി അവസാനിക്കുന്നതിന് 1 മണിക്കൂറുള്ളപ്പോൾ കുറച്ച് പേരെ ജോലിക്ക് വിളിച്ചു. ഏറ്റവും അവസാനം വന്നവർക്ക് തൊട്ട് ആദ്യം യജമാനൻ കൂലി വിളമ്പി. ഏറ്റവും അവസാനം വന്നവർക്ക് യജമാനൻ മുഴുവൻ കൂലിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആളുകൾ ഇതാ യജമാനു നേരെ തട്ടിക്കയറുന്നു. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ സമ്പത്തിന് നേരെ സ്വീകരിക്കേണ്ട നമ്മുടെ മനസ്സ് എവിടെയൊക്കെ അടിമത്തം അനുഭവിക്കുന്നു, നമ്മുടെ സഹോദരങ്ങളുടെ നേരെ നമുക്ക് ചൂടാകേണ്ടി വരുന്നു. ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഹല്ലേലൂയ. സമ്പത്ത് കൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കണം. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് എൻ്റേതാണ്. ഈ ഉടമസ്ഥത, ആ ഉടമസ്ഥതയിൽ സംഭവിക്കുന്നത് സമ്പത്ത് നമ്മളെ അടിമയാക്കുകയാണ് ചെയ്യുക. സമ്പത്ത് നമ്മളെ അടിമയാക്കുന്നത് വഴി എന്താണ് സംഭവിക്കുക? അതൊരു പൈശാചിക പീഡയായി നമ്മുടെ ജീവിതത്തിൽ മാറും. അത് വലിയ ശക്തമായൊരു പീഡയായിട്ട് മാറും. അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് മാറും. പണത്തിൻ്റെ അടിമത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശക്തമാണ്. അത് അങ്ങനെ അങ്ങോട്ട് വിട്ടുപോകുന്ന ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ പതുങ്ങിയിരുന്ന ഒത്തിരി നമ്മുടെ പാപങ്ങൾ, പണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി നമ്മുടെ സ്നേഹജീവിതങ്ങൾ തകർന്നു കിടക്കുന്ന അവസ്ഥാവിശേഷം നമ്മളിത് പരിശോധിക്കുക. നമുക്ക് ഈ മേഖലയിൽ ഒരു പശ്ചാത്താപം ആവശ്യമാണ്. നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക. ദൈവം നമുക്കറിയാം, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ആദത്തെ ഹവ്വയെയും ചോദ്യം ചെയ്യുന്നത് നീ ആരാണ് എന്നാണ്. അതിന് പിന്നിലെ ചോദ്യം അതാണ്. കായലിനോടും ദൈവത്തിന് ചോദിക്കാറുള്ളത് നിൻ്റെ സഹോദരനെക്കുറിച്ച് നീ എന്ത് പറയുന്നു? നീ ആരാണ്? നിൻ്റെ സഹോദരൻ ആരാണ്? നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഈ 3 കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനമാണ്. എന്താണ് നമ്മുടെ ജീവിതം? നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്താണ്? നീ ആരാണെന്നാണ് നീ ചിന്തിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ഈ ലോകത്തിലെ നിരവധിയായ സംഭവങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നു. നീ ആരാണ് എന്ന കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന അഴുക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാപബന്ധനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തെറ്റും പാപവും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയണം. തെറ്റിനെക്കുറിച്ചൊക്കെ നമുക്കുള്ളത് ഒരു അഹങ്കാര ചിന്തയാണ്. അതൊക്കെ എനിക്ക് തിരുത്താവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളങ്ങനെ ചിന്തിക്കുക. അതൊക്കെ എൻ്റെ കൈ കൊണ്ട് സാധിക്കും. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യകാലത്ത് ധ്യാനിക്കാൻ വന്നിരുന്ന ഒരു സഹോദരൻ, അതായത് 1-2 പേര് കൂടി കൊണ്ടുവന്നതാണ്. പേര് അശോകൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ലഹരിയുടെ അടിമയാണ്, മയക്കുമരുന്നിൻ്റെ അടിമയാണ്. ഒരു നായർ തറവാടത്തിൽ ജനിച്ചു വളർന്ന ആ സഹോദരൻ മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ഈ തിന്മയുടെ അടിമയാണ്. എല്ലാ വിധത്തിലും തകർന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ധ്യാനകേന്ദ്രത്തിൽ വന്നു, ധ്യാനത്തിൽ കൂടി. ധ്യാനം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എൻ്റെ തെറ്റൊക്കെ മനസ്സിലായി, ഇനി ഞാൻ ഒരിക്കലും ഇത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. 2 മാസം കഴിയുമ്പോൾ പുള്ളി ഇതിനേക്കാൾ കഷ്ടമായിട്ട് തിരിച്ചു വന്നു. അത് മറ്റുള്ളവർ കൊണ്ടുവന്നതാണ്. അപ്പോഴും പുള്ളി ധ്യാനം കൂടി. ധ്യാനം കഴിഞ്ഞ ശേഷം പുള്ളി പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലായത്, ഇനി ഞാൻ ഈ തെറ്റൊന്നും ചെയ്യുകയില്ല, ഇതുകൂടി അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പോയി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കയറി വന്നു. ഈ പ്രാവശ്യം പുള്ളി വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് എന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നൊരു കാര്യമല്ല, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ഇത് സാധ്യമല്ല. ഞാൻ വീണു പോകുന്ന ഒരുവനാണ്, ഞാൻ വീണു പോകുന്ന ഒരുവനാണ്. ദൈവം എന്നെ താങ്ങുന്നില്ല എങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനെന്താണ് വഴി?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് നാൾ എന്നെ ഇവിടെ നിർത്തുക, ഞാനിനി എന്തെല്ലാം ബഹളമുണ്ടാക്കിയാൽ പോലും എന്നെ വിട്ടേക്കല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും സാറിന് ഇത്രയും ലഹരിയും ഒക്കെ അടിമയായതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക, കൂട്ടത്തിലുള്ളവർക്കൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുക, സംസാരം കൊണ്ടും ദേഷ്യപ്രകൃതി കൊണ്ടും പല പരാതികളൊക്കെ വന്നു. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം പറയും, ഇതാ അച്ഛാ എന്നെ വിട്ടേക്കല്ലേ എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം വന്നപ്പോൾ അവിടെ എന്നെ കാണാനായിട്ട് ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വിദേശത്തു നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുള്ളീനെ കാണിച്ചു, ഈ അശോകനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന്. അദ്ദേഹം കണ്ട അല്പസമയം സംസാരം കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, അയ്യോ ഇവന് ഇപ്പം തന്നെ ലിത്യം ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ അശോകനോട് പറഞ്ഞു, ഡോക്ടർ നിന്നെ സഹായിക്കാമെന്നാണ് പറയുന്നത്. അവൻ പറഞ്ഞു, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ, എനിക്കൊരു ലിത്യം ട്രീറ്റ്മെൻറ്റും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ആൾത്താരിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊള്ളാം, ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. ശരിയാണ്. ഇന്ന് അദ്ദേഹം മൂവാറ്റുപുഴയിലെ പള്ളിയുടെ മുമ്പിൽ വശത്തായിട്ടുള്ള നല്ലൊരു ഹോട്ടൽ, 3 കുട്ടികൾ, 3 പെൺകുട്ടികൾ, പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒട്ടേറെ പേരെ ഈശോയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന, ശക്തമായ സുവിശേഷ വേല ചെയ്യുന്നൊരു കുടുംബം ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത് നമ്മുടെ അഹങ്കാരത്തിലാണ്. അവിടെ നിന്നാണ് എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ഉണ്ടാകുന്നത്. അത് വളരെ ശക്തമാണ്, നമ്മൾ പിടിച്ചാൽ നിൽക്കുന്ന ഒരു കാര്യമല്ലത്. അത് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന നിരവധിയായ ബലഹീനതയുടെ നിമിഷങ്ങൾ വ്യക്തി ജീവിതത്തിലുണ്ട്. ഓരോ വ്യക്തിയുടെയും അഹന്ത എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ക്രൂരമാണ്, കഠിനമാണ്, പൈശാചികമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് ഓരോന്നും അതിൻ്റെ സാഹചര്യം സ്വീകരിച്ച് അതിൻ്റെ രൂപഭാവം സ്വീകരിക്കും. ചിലർ വളരെ മൃഗീയമായ പ്രവർത്തനങ്ങളായി മാറാം, മറ്റു ചിലരോ അത് വളർന്ന് തന്നെ നശിപ്പിക്കുന്ന ആത്മഹത്യാ പ്രവണതകൾ, സ്വയം നശിപ്പിക്കുന്ന ജീവിതങ്ങൾ, ദൈവം തന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തകർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം, വലിയൊരു മാനസിക ബന്ധനം, ഉള്ളുകൊണ്ട് സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം. നമുക്കെല്ലാവർക്കും സെൽഫുണ്ട്. പക്ഷേ നമ്മൾ അത് തമ്പുരാന് മുമ്പിൽ അടിയറ വെച്ചാണ് നമ്മൾ വളരേണ്ടത്. അതല്ല എങ്കിൽ അത് ഏതിനോട് പറ്റിപ്പിടിക്കുന്നുവോ അത് നമ്മളെ അടിമയാക്കും. ഏതെന്നാണോ നമ്മളെ അടിമയാക്കുന്നത് അതിൻ്റെ തകർച്ചയും സ്വഭാവവിശേഷവും നമ്മളിൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പാപത്തെ വ്യക്തമായി കാണുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ ജ്ഞാനം നൽകട്ടെ. നമ്മൾ വെറും നമ്മുടെ ജീവിതത്തിലെ പാപപ്രവൃത്തികൾ നമ്മളെ യഥാർത്ഥമായ പാപത്തിലേക്ക് വിരലിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ അഹങ്കാരത്തെ നമുക്ക് തന്നെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എത്രയോ രംഗങ്ങളിൽ ദൈവം നമ്മളെ എളിമപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം എളിമപ്പെടുത്തിയപ്പോഴെല്ലാം നമ്മുടെ അഹങ്കാരത്തെ അടിയറ വെച്ച് ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം നമ്മൾ പയ്യെ ഒന്ന് കൂനിക്കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. ഒന്ന് ഒതുങ്ങുകയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഇതാ ദൈവത്തിൻ്റെ ഒരു പൈതലായി മാറുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അല്പം ഒന്ന് എൻ്റെ പ്രവൃത്തികളിലേക്ക് ഒരു വ്യത്യാസം വരുത്തി, ഞാനൊന്ന് മര്യാദക്കാരനായി, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിലെ ഈ അഹങ്കാരത്തിൻ്റെ വലിയ റിസൾട്ടാണ് ഇതാ നമുക്ക് നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് സന്തോഷമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അഥവാ നമുക്കുണ്ടെങ്കിൽ തന്നെ ആ പ്രവൃത്തി ഉണ്ടാക്കുന്ന താൽക്കാലിക സന്തോഷമാണ്. അതെല്ലാം ഒരു കാലപരിധിക്ക് അപ്പുറത്തോട്ട് നിലനിൽക്കുകയില്ല. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിനെ വലിയൊരു ഇടിവിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരിയാണ്, നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭൗതിക ലോകം നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കുന്നത് താൽക്കാലികമായ ഒരു സന്തോഷം മാത്രമാണ്.
ഒരു പ്ലഷർ മാത്രമാണ് ഭൗതിക ലോകം ഉണ്ടാക്കുന്നത്. അത് താൽക്കാലികമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിരാശയും ദുഃഖവും കടന്നു വരും. എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങളെയും വിഷമതയെയും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിത്യമായ സന്തോഷം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളിലും നമുക്ക് നിത്യമായ ഒരു സന്തോഷം നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അത് ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ച് സറണ്ടർ ചെയ്ത് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുമ്പോഴാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെയും, ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ദൈവം നമുക്ക് ബന്ധങ്ങൾ നൽകിയിട്ടുണ്ട്, പക്ഷേ അതൊരു ബന്ധനമാകാനായിട്ട് പാടില്ല. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് റിലേഷൻഷിപ്പിൻ്റെ മേഖലയിൽ ചിലർ വളരെയധികം വേദനിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളെ ഓർത്ത്, മാതാപിതാക്കന്മാരെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, സുഹൃത്തുക്കളെ ഓർത്ത് ഒക്കെ വേദനിക്കുന്ന ആളുകളുണ്ട്. എന്തായിരിക്കാം കാരണം? റിലേഷൻഷിപ്പ് ദൈവം തരുന്ന ഒന്നാണ്. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെതാണ്. ഉദരഫലം ദൈവത്തിന് സമ്മാനമാണ്. അപ്പോൾ ദൈവം തരുന്ന അനുഗ്രഹമാണ് ബന്ധം. ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു വ്യക്തിയെ ജനിപ്പിച്ച് അയക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് നൽകിക്കൊണ്ടാണ്, ഒരു ബന്ധം നൽകിക്കൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുന്നത്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മിനിസ്ട്രി കൂടിയാണ്, ഒരു ദൈവ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ റിലേഷൻഷിപ്പും ഒരു ശുശ്രൂഷ ആവശ്യപ്പെടുന്ന ഒന്നാണ്. അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, ഇതെല്ലാം ഒരു മിനിസ്ട്രി കൂടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ റിലേഷൻഷിപ്പ് നൽകുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയുടെ കാലാവധി കഴിയുമ്പോൾ ദൈവം നമ്മളെ തിരിച്ച് വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ബന്ധം എന്ന് പറയുന്നത് തന്നെ ഒരു മിനിസ്ട്രിയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഒരു ബന്ധം നൽകിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. നമ്മൾ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെതാണ്. ആര് തന്നെയായാലും നീ ഒന്നാമതായി ദൈവത്തിൻ്റെതാണ്. ആ ദൈവം നമുക്ക് ഒരു ബന്ധം നൽകി ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചു, ഓരോ ബന്ധങ്ങൾ നൽകിക്കൊണ്ട്. ആ ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റേതായ മിനിസ്ട്രിയുണ്ട്. ആ ശുശ്രൂഷകൾക്കെല്ലാം ദൈവസന്നിധിയിൽ പ്രതിഫലവുമുണ്ട്. പക്ഷേ നമ്മൾ ഈ ബന്ധങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ബോധ്യമാണ്, ഒന്നാമതായി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ആരുടെയും അടിമകളല്ല. റിലേഷൻഷിപ്പ് നമ്മളെ ഒരിക്കലും അടിമയാക്കാനുള്ളതല്ല. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പല ബന്ധങ്ങളും വരിഞ്ഞു മുറുകിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് സ്നേഹം നഷ്ടപ്പെട്ട് സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തലയിൽ കടന്നു വന്ന് വെറുപ്പിലേക്കും വൈരാഗ്യത്തിലേക്കും പ്രതികാരത്തിലേക്കും കടന്നു വന്ന് അങ്ങനെ ബന്ധങ്ങൾ തകർന്നു കിടപ്പുണ്ട്. വേറെ ചില ബന്ധങ്ങളാകട്ടെ അത് വെറുപ്പിലേക്കും വൈരാഗ്യത്തിലേക്കൊന്നും വന്നില്ല, പക്ഷേ അതൊരു പൊസസീവ് ലവ് ആയിട്ട് മാറിയിരിക്കുന്നു. അടിമത്തം അതിനകത്ത് വന്നിരിക്കുന്നു. പൊസസീവ് ചെയ്യുക, ഒരു വ്യക്തിയുടെ പൊസഷനിൽ വയ്ക്കുക, പിന്നെ ആ വ്യക്തിക്ക് വളരാൻ പറ്റിയല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെറുപ്പും വൈരാഗ്യം പോലെ തന്നെ വളരെ ഗുരുതരമായ ഒന്നാണ് ഈ പൊസസീവ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമാണ്. പൊസസീവ് ലവിനെ കുറിച്ച് നമ്മൾ അല്പം ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിന് ആ വ്യക്തിയെ നമ്മുടെ ഉടമസ്ഥതയിൽ വയ്ക്കുന്നു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, സമ്പത്തായാലും വ്യക്തിയായാലും നമ്മുടെ ഉടമസ്ഥതയിൽ വയ്ക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത് ആരുടേതാണ് എന്ന് ചോദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവം ചിലത് പിൻവലിക്കുന്നതെല്ലാം ഇത് ആരുടേതാണ് എന്ന ചോദ്യത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് ചില ആളുകൾ, ചില കുടുംബങ്ങളിൽ ചിലരുടെ മരണം നമ്മളെ മാനസികമായിട്ട് അങ്ങ് തകർത്ത് കളയും.
നമുക്ക് ആ മേഖലയിൽ ഒരു ഹീലിംഗ് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ റിലേഷൻഷിപ്പ് കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. റിലേഷൻഷിപ്പ് കൊണ്ട് ദൈവത്തെ ആരാധിച്ച വളരെ വ്യക്തമായ ഒരു മാതൃകയാണ് അബ്രഹാം നമ്മുടെ മുമ്പിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. വളരെ വൈകി വാർദ്ധക്യകാലത്തുണ്ടായ കുട്ടി ഇസഹാക്ക് എത്രമാത്രം അപ്പന് ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു, എത്ര ശക്തമായിരിക്കും ആ സ്നേഹം. വലിയ അബ്രാഹാം അങ്ങനെ പൊസസ് ചെയ്ത് മകനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ അവനെ എനിക്ക് ബലിയർപ്പിക്കുക. അബ്രാഹാം അതിന് തയ്യാറായി. അബ്രാഹാം ഇസഹാക്കിനെ ബലിപീഠത്തിൽ വെച്ചു. അബ്രാഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ബലിയർപ്പണം നടന്നു കഴിഞ്ഞു. ദൈവത്തിന് സമർപ്പിച്ചതോടെ ആ ബലിയർപ്പണം നടന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ആ ബലിയർപ്പണം കഴിഞ്ഞ് അബ്രാഹവും ഇസഹാക്കും ഒരുമിച്ചാണ് മോറിയാമലയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആ ബലിയർപ്പണത്തിൽ അബ്രാഹത്തിന് ഒരിക്കലും ഇസഹാക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി വരികയാണ്. എന്നാൽ പിന്നെ ഇവിടെ എവിടെയാണ് വ്യത്യാസം സംഭവിച്ചത്? ആ ബലിയർപ്പണം മൂലം എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒന്ന്, അബ്രാഹത്തിന് ഇസഹാക്കിന് നേരെയുള്ള തൻ്റെ മനോഭാവത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, അബ്രാഹത്തിന് അതുവരെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, എനിക്ക് വാർദ്ധക്യമായി, ഇവനെ ഒരു നിലയിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊരു അപ്പനെന്ന നിലയിലുള്ള ഫീലിങ്, ആശങ്കകൾ വളരെ ശക്തമാണ്. പക്ഷേ ഈ ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി, ഞാൻ അവനെ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ദുർബലനാണെങ്കിലും അവന് ദൈവമുണ്ട്. ഞാൻ തമ്പുരാനെ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അവന് ദൈവമുണ്ട്. ഈ ഒരു ചിന്ത അബ്രാഹത്തിൻ്റെ ഉള്ളിലുള്ള ഒത്തിരി ആകുലതകളെ നീക്കിക്കളയാൻ സഹായിച്ചിട്ടുണ്ടാകും. ഇസഹാക്ക് വളർന്ന് ഒരു വിവാഹത്തിൻ്റെയൊക്കെ അവസരം വരുമ്പോൾ അബ്രാഹം ഒന്നും പെണ്ണ് തിരക്കി കൊടുത്തി പോകുന്നൊന്നുമില്ല. ഒരു വേലക്കാരനെ പറഞ്ഞയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമുണ്ട് അവന് എന്നുള്ള ബോധ്യമുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെതായ ഫ്രീഡം കൊടുക്കുവാനായിട്ട് കഴിയുന്നു. ആ ഇസഹാക്ക് വളരുന്നതനുസരിച്ച് തന്നെ അവനെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വതന്ത്രമാക്കുവാൻ അബ്രാഹത്തിന് കഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി ആശങ്കകൾ, ആകുലതകൾ അബ്രാഹത്തിൻ്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി മാറിക്കിട്ടുന്നു. നമുക്ക് ചിലർക്ക് സാധിക്കാത്തൊരു കാര്യമാണത്. മക്കളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ അതിന് പരിണിതപരമായി അവരുടെ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് അവർക്ക് തന്നെ അതിന് ബുദ്ധിമുട്ടായി തോന്നുക, അവരെ ഒരു കാര്യത്തിലും സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക, ഈ രീതിയിലൊക്കെ സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഏതായാലും ഒരു ഒരു മരണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി കടുത്ത നിരാശയിലായി ജീവിക്കേണ്ട എന്ന ചിന്തയിലേക്ക് ചിലർ വഴുതി വീഴുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരെ മാതാപിതാക്കന്മാരുടെ മരണം, കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം, മക്കളുടെ മരണം, ഇതൊക്കെ ചിലരെ ഒത്തിരി തളർത്താറുണ്ട്. നമ്മൾ ക്രിസ്തീയ സഹോദരങ്ങളെന്ന നിലയിൽ, ക്രിസ്തീയ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് മരണത്തെക്കുറിച്ച് ഉണ്ടാകേണ്ടതാണ്. മരണത്തെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണമെന്ന് തെസ്സലോനിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. യേശുവിൽ മരണം പ്രാപിക്കുന്നവരെല്ലാവരും യേശുവിനോട് ഉയർക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ആത്മാവിന് മരണമില്ലെന്നും ശരീരമാണ് ഇവിടെ അലിഞ്ഞു പോകുന്നതെന്നും നമുക്കറിയാം. ശരീരം നശ്വരമാണ്, അത് മണ്ണോടുകൂടി അലിഞ്ഞു ചേരും. ആത്മാവിന് ഒരിക്കലും മരണമില്ല. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വ്യക്തികൾ, മരണം വഴി വേർപിരിഞ്ഞു പോയ വ്യക്തികൾ, അവരെ തീർച്ചയായിട്ടും ദൈവത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തമ്പുരാൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ഭൂമിയിൽ നമ്മുടെ അടുക്കലില്ല, ദൈവത്തിൻ്റെ അടുക്കലായതുകൊണ്ട് അവർക്ക് ഈ ശരീരത്തിൻ്റെ ആവശ്യവുമില്ല. ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അവർ. യേശുവിൻ്റെ അടുക്കലാണ്.
അവരെക്കുറിച്ചാണ് നമ്മൾ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവിച്ചിരിക്കുന്ന ആളുകളെ ഓർത്ത് നമ്മൾ കരയുന്നു. അപ്പോൾ നമുക്കറിയാം, ആത്മാവിനൊരിക്കലും മരണമില്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവർ പോയിരിക്കുന്ന സ്ഥലത്തേക്ക് ശരീരത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ആ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചുപോയ വ്യക്തികളെയൊക്കെ ഒരു അനാവശ്യമായ ജഡ്ജ്മെൻറ്റ് നടത്തുന്നതും ശരിയല്ല. നമ്മളാരാണ് വേറൊരാളുടെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുവാനും ഒക്കെ? അത് അതിൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. ഇതാ, നമ്മളോട് വളരെയധികം ചേർന്ന് നിന്നിരുന്ന ഒരു വ്യക്തി, വളരെയധികം സേവനവും ശുശ്രൂഷയും സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇതാ മരണം വഴി വേർപിരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന പോലെ ഇതാ വലിയൊരു വിടവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു, വലിയൊരു മിസ്സിങ് സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയും. ഒരു വ്യക്തിയുടെ മരണം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മിസ്സിങ് ഫീലിംഗ് ആണ്. അപ്പോൾ ആ വ്യക്തി ഇവിടെ ഇല്ല. അപ്പോൾ നമുക്കൊരു നഷ്ടം നമുക്ക് ഫീൽ ചെയ്യും. ദൈവം മിസ്സിങ് ഫീലിംഗ് സുഖപ്പെടുത്തുന്ന രംഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിങ്ങനെ നോക്കാം. ഈശോയുടെ ശിഷ്യന്മാർ ഈശോയുടെ മരണം സംഭവിച്ചപ്പോൾ തന്നെ അവർക്ക് വലിയ മിസ്സിങ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടായി. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ മുഖമെല്ലാം അത് വ്യക്തമാക്കുന്നു, അവരുടെ ഉള്ളത് വ്യക്തമാക്കുന്നു, അവരുടെ സംസാരം വ്യക്തമാക്കുന്നു. എത്ര വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചത്. 3 വർഷക്കാലത്തോളം ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് വേറെ അല്ലലോ ഒന്നുമില്ലാതെ അങ്ങനെ ചെല്ലുന്നിടത്തെല്ലാം യേശുവിൻ്റെ പരസ്യജീവിതകാലം എന്ന് പറയുന്നത് വലിയ ആൾക്കൂട്ടമുണ്ടാക്കിയിരുന്ന, ഒത്തിരി ആളുകളെ ശ്രദ്ധയും സ്നേഹവും ഒക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ശുശ്രൂഷയായിരുന്നു. ആ ഈശോയുടെ മരണം അവരെ അത്രമാത്രം തളർത്തിക്കളഞ്ഞു. ഹല്ലേലൂയ. പിന്നീട് യേശു ഉയർത്തെഴുന്നേറ്റ് പയ്യെ അവരെ ആ ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു. പക്ഷേ അവർ പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അവരോട് പറഞ്ഞ പ്രസിദ്ധമായ വാചകം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ കണ്ടു ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നത്, അവർ നേരിട്ട് കണ്ടു. പക്ഷേ ഏതായാലും പിന്നീട് അവർക്ക് ഒരു മിസ്സിങ് ഫീലിംഗ് അവർക്കുണ്ടായില്ല. അവർക്ക് അങ്ങനെ ഫീലിംഗേ പിന്നീട് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അവരുടെ പിന്നീടുള്ള ഓരോ പ്രവർത്തനത്തിലും ഇതാ അവരോടൊപ്പം യേശു കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ അനുഭവമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ഇതാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത്. യേശു ഇവിടെ ആരംഭിച്ച ഈ ശുശ്രൂഷ അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെ തുടരും. അപ്പോൾ ദൈവാത്മാവിൻ്റെ വളരെ പ്രകടമായ ഒരു ദൗത്യമാണ് യേശുവിൻ്റെ മിനിസ്ട്രി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുക എന്ന കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു മിനിസ്ട്രി ഉണ്ട്. ഈ മിനിസ്ട്രി ദൈവം ഏൽപ്പിച്ച മിനിസ്ട്രിയാണ്. അത് യേശുവിൻ്റെ മിനിസ്ട്രി തന്നെയാണ്. അപ്പോൾ ആ മിനിസ്ട്രി വിട്ട് ഇതാ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം മരണം വഴി വേർപിരിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിന് പകരം നീ സ്വീകരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണം വഴി വേർപിരിഞ്ഞു പോയവരെല്ലാം ദൈവാത്മാവിലൂടെ അവർ ഈ ഭൂമിയിൽ ചെയ്തിരുന്ന ശുശ്രൂഷ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തുടരുകയും അത് വേണ്ട വിധത്തിൽ പൂർണ്ണമാക്കുകയും ചെയ്യുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവരിവിടെ നിന്ന് മരണം വഴി വേർപിരിഞ്ഞത് വഴി ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആ ശുശ്രൂഷ തുടരുന്നു എന്ന് പറയുമ്പോൾ അവർ ഭൂമിയിൽ ചെയ്തിരുന്നതിനേക്കാളും 10 മടങ്ങ് അത്ഭുതകരമായ വിധത്തിൽ അനുഗ്രഹമായിട്ട് വലിയ വിജയത്തോടുകൂടി വലിയ ഫലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ നിർവഹിക്കുന്നു എന്ന് തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഭർത്താവ് മരിച്ചുപോയ ഒരു സഹോദരി ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആ സഹോദരിയോട് സംസാരിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഈ ശുശ്രൂഷത്തിൻ്റെ ജീവിതത്തിൽ
അത്ഭുതകരമായ വിധത്തിൽ നിർവഹിക്കുന്നു എന്ന കാര്യം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. ഭർത്താവിനെ നിരന്തരമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളുടെ മനസ്സിൽ നിന്ന് വേർപാട് ദുഃഖങ്ങളെല്ലാം വിട്ടുപോയി. ഒരു ദിവസം അവളുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ശനിയാഴ്ച ദിവസം മൂത്ത കുട്ടിക്ക് 9 വയസ്സ് പ്രായമുണ്ട്. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഇവിടെ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത വീട്ടിൽ കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പൊക്കോളാനും പറഞ്ഞു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവള് ഭർത്താവിൻ്റെ സ്വരത്തിൽ, എടി കൊച്ചു കുളത്തിപ്പോയി വേഗം ചെന്ന് നോക്കടി എന്നൊരു സ്വരം കേട്ടു. കൊച്ചു കുളത്തിപ്പോയി വേഗം ചെന്ന് നോക്കടി എന്ന് ഭർത്താവിൻ്റെ അതേ സ്വരത്തിലാണ് അവൾ കേട്ടത്. പിന്നെ അവളൊന്നും നിന്നില്ല, അവൾ നേരെ ഓടി അവിടെയുള്ള കുളത്തിൽ ചെന്ന് നോക്കിയപ്പോൾ കുട്ടി ഇവിടെ കിടപ്പുണ്ടായി, വെള്ളം കുടിച്ച് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നീട് അവിടെ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് 100% ശരിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മിനിസ്ട്രി ഇതാ എൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതോടുകൂടി ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു മിസ്സിങ് ഫീലിംഗ് മാറിക്കിട്ടി. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒരു സപ്രഷനായിട്ടുള്ളൊരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. കാരണം നമുക്കൊരു മിസ്സിങ് ഫീലിംഗ് ഇല്ല. കാരണം എന്താണ്? സ്വർഗവും ഭൂമിയും ഒരുമിച്ച് സമ്മേളിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. മരണം പ്രാപിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരുമിച്ച് കണ്ടുമുട്ടുന്ന ഒരു ബലിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവാരാധന നടത്തുന്ന ഒരു ജനതയാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ മറ്റുള്ള ആളുകൾ നേരിടുന്ന പോലെ അല്ല നമ്മളതിനെ കാണേണ്ടത്. ചിലർ പറയും, ഓ മരിച്ചു പോയില്ല, ഇനിയിപ്പോൾ നമ്മൾ കരഞ്ഞിട്ട് എന്താ കാര്യം, സഹിക്കുകയല്ലാതെ വേറെ എന്താ, നിന്റെ വിധിയാണ് എന്നൊക്കെ ചിന്തിക്കുക, മരണം എല്ലാവർക്കും ഉള്ളതാണെന്നൊക്കെയുള്ള സാമാന്യമായ ആശയങ്ങൾ കൊണ്ടുവരിക. ഇതൊക്കെ ഒരുതരം സപ്രഷനായിട്ടുള്ള, കാരണം ബുദ്ധി ഉപയോഗിച്ചുള്ള കാര്യമാണ്. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും ചില നിഷേധാത്മകമായ വികാരങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കും എന്നതിൽ കവിഞ്ഞ് ഒരു ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം അത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതാ ഈ ദൈവോന്മുഖമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ബന്ധങ്ങളെ നിരന്തരം ബലിപീഠത്തിൽ വെച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവാത്മാവിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഓരോ സമർപ്പണത്തിലൂടെയും സ്വർഗം തുറക്കപ്പെടുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, ദൈവം നമ്മളെ കൊണ്ടുനടക്കുന്ന ഈ അനുഭവം, അതൊക്കെ നമുക്ക് ദൈവം നൽകുന്ന കാര്യങ്ങളാണ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.